രാഹുൽ ഒരിക്കൽ കൂടി രാഹുലിലേക്ക് തിരിച്ചു വരികയാണ്. ഇടുക്കിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മഴ ഒന്ന് മാറി നിൽക്കുകയാണോ? കൊട മാറിയല്ലോ. അരുൺ, ഈ നിമിഷം മഴ മാറി നിൽക്കുകയാണ്. അതിശക്തമായ മഴയും കാറ്റും ഈ നിമിഷമില്ല. പക്ഷേ കുട എൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുണ്ട്. ഏത് സമയത്തും മഴയും അതോടൊപ്പം തന്നെ കുടയും ആവശ്യമുള്ള സമയം കൂടിയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ തോരാ മഴ തന്നെയായിരുന്നു ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ലഭ്യമായത്. അതിൻ്റെ ഭാഗമായി തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മൂവാറ്റുപുഴയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഇതേ തുടർന്ന് അല്പസമയം മുമ്പ് മലങ്കര ഡാമിൻ്റെ 3 ഷട്ടറുകൾ താഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ 2 ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തി വെച്ചിട്ടുള്ളൂ. ഇനി ഡാമിലേക്കുള്ള നീരൊഴുക്ക് പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ഷട്ടർ വീണ്ടും ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റ് 3 ഡാമുകൾ കൂടിയാണ് നിലവിൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ മയിലാടുംപാറ മേഖലയിലാണ്. ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായി കാണാം. ഇടുക്കി ജില്ലയിൽ ഇതുവരെ മഴയുമായി ബന്ധപ്പെട്ട് 3 മരണമാണ് സംഭവിച്ചത്. ആ 3 മരണത്തിനും കാരണം ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതായിരുന്നു. സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള അപകടകരമായ മരങ്ങൾ സ്വന്തം നിലയിൽ വെട്ടിമാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പല മേഖലകളിലും ഇപ്പോഴും നടപ്പാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തോട്ടം മേഖലയിൽ ഇന്നും ജോലികൾക്ക് നിയന്ത്രണമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും ഇന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രികാല ഗതാഗതം ഇന്നും നിരോധിച്ചിട്ടുണ്ട്. ഇന്നും ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ 10 ക്യാമ്പുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. ഇന്നലെയാണ് 5 ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ വീണ്ടും ചാറ്റൽ മഴ ആരംഭിച്ചിരിക്കുന്നു. വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അരുൺ, ഓക്കെ രാഹുൽ, തിരികെ വരാം. ഒരു നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് കാത്തിരിക്കുക. കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം. എന്തായാലും അപകടകരമായ നിലയിലാണ് പല നദികളിലെയും ജലനിരപ്പ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നദിയുടെ തീരങ്ങളിൽ പുഴയുടെ ഓരങ്ങളിലൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ആ വിവരം കൃത്യമായി വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും.